നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവാം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ വോട്ടോട്ടം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗോതയ്ക്കൊപ്പം വോട്ടോട്ടം എന്ന പരിപാടി കൂടി അല്ലെ, വോട്ടോട്ടം എന്ന പരിപാടി കൂടി MG മിഥുൻ നടത്തുന്നുണ്ട്. സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് നേരിട്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കാൻ സാധാരണ രീതിയിൽ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളാണ് പലപ്പോഴും വരുന്നത്. അങ്ങനെയല്ല, ഇപ്പോൾ ഗോതയിലായാലും നേതാക്കളും അണികൾ ചോദ്യം ചോദിക്കാനുള്ള അവസരം, മറ്റേത് നേരിട്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് പ്രതികരിക്കാനുള്ള അവസരം, അതിനുവേണ്ടി ഒരു അവസരമാണ് ഈ വോട്ടോട്ടം. മിഥുൻ അങ്ങനെ വിവിധ ജില്ലകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൊല്ലത്തായിരുന്നു ഇന്നലെ. മിഥുൻ ഇന്ന് എവിടെയാണ്? ഇന്ന് ഏതൊക്കെ പ്രദേശ ജനങ്ങളുടെ അഭിപ്രായമാണ് തേടുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ വോട്ടോട്ടവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ജനങ്ങളെ കണ്ടപ്പോൾ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്? രഞ്ജിത്ത്, കിരൺ, ഗുഡ് മോർണിംഗ്. ഞാനിന്നുള്ളത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണുള്ളത്. നമുക്ക് അതിനു മുമ്പ് തന്നെ ഈ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഒരു സാഹചര്യമാണ്, നിലവിലെ സാഹചര്യമാണ് ഈ കാണുന്നത്. അതായത് ദീർഘകാലമായി ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ്, ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടായി കിടക്കുന്നു. ഒപ്പം തന്നെ അത് പരിഹരിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകുന്നില്ല. നേരത്തെ തന്നെ നമുക്കറിയാം, മുൻകാലങ്ങളിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വീണ ജോർജും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന വേളയിലൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അന്നൊക്കെ തന്നെ. അത് KSRTC ബസ് സ്റ്റാൻഡ് ആയാലും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയാലും ഇതേ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. യാത്രക്കാർക്ക് നടന്നു വരാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്നത് എന്നുള്ളത് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വോട്ടോട്ടം ഇവിടുന്ന് തന്നെ ആരംഭിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്ത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ ചൂടുപിടിച്ച പ്രചരണ പരിപാടികൾ ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നമ്മൾ യാത്രയുടെ പര്യടനം നടത്തിയപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ സാധിച്ചു. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പലരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പലരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. അതായത് പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട്, പക്ഷെ അത് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ്. ആ ഉറപ്പുകൾ പാലിക്കാൻ ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല. ആ സമയത്ത് മാത്രമാണ് അവിടേക്ക് തിരിഞ്ഞു പോകുന്നത്. അതായത് നമ്മൾ കശുവണ്ടി ഫാക്ടറിയിലൊക്കെ പോയിരുന്നു, അവിടുത്തെ ജീവനക്കാർ അതേ സമാനമായ പ്രതികരണം നടത്തുന്നു. കൂടാതെ ഹാർബറിൽ പോയിരുന്നു, നീണ്ടകര ഹാർബറിലൊക്കെ അതേ സമാന പ്രതികരണമായിരുന്നു ഈ ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്ത്. അതേ രീതിയിൽ തന്നെയാണ് പത്തനംതിട്ടയിലേക്ക് ഞങ്ങൾ ഇന്നലെ വൈകിട്ടോടു കൂടി ഇവിടെ പത്തനംതിട്ടയിലേക്ക് എത്തുകയും ചെയ്തു. ഏകദേശം ഒരു 7 മണിയോടുകൂടി ഇവിടേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം നിരവധി ആളുകളെ കാണുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യുകയും ചെയ്തിരുന്നു. അതിലായിരുന്നു അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പല റോഡുകളും, അതായത് ശബരിമല അടക്കമുള്ള പാതകളാണ് ഇവിടെയുള്ളത്, ആ റോഡുകളൊക്കെ കൃത്യമായി പണിയുന്നുണ്ട് എങ്കിലും മറ്റു റോഡുകൾ വലിയ ശോചനീയാവസ്ഥ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഞാൻ ഈ കാണുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ആളുകൾ എത്തി പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇവിടെയാണ് ഈ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ചേട്ടാ, ഇലക്ഷനൊക്കെ ആണല്ലോ, ഈ സ്ഥാനാർത്ഥികൾ പര്യടനമൊക്കെ ആയിട്ട് ഇവിടേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡ് വളരെ ദീർഘകാലമായി ഇങ്ങനെ ഈ വെള്ളക്കെട്ടായി മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഇവിടേക്ക് ഒന്ന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല അല്ലേ? ഇപ്പോൾ അതിന്റെ പണികൾ നടക്കുന്നുണ്ടല്ലോ. പണികൾ നടന്ന് തീർന്നു കഴിയുമ്പോൾ റെഡി ആവുമല്ലോ. അത് കുറച്ച് ദിവസത്തെ കാര്യം, 1 മാസത്തിനുള്ളിൽ റെഡി ആവും. അത് കുറച്ച് നാളുകൊണ്ട് ഇതായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ഏകദേശമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഗവൺമെന്റിന്റെ കാര്യങ്ങളല്ലേ, അത് അതിന്റെ മുറ പോലെല്ലാം നടക്കുകയുള്ളൂ. അപ്പം തെരഞ്ഞെടുപ്പുകളുമായിട്ടും ഇതുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. അവർ വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ. ഇപ്പോൾ 15 വർഷമായിട്ടൊരു MP ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. അത് അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതായത് ആന്റണി ഈ കാര്യത്തിലൊന്നും ഇടപെടലൊന്നും നടത്തുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി തീർന്നേനെയല്ലോ. ഒരു മാറ്റം വേണമെന്നാണല്ലേ? മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും മാറ്റം ഉണ്ടാകണ്ടേ? അതുപോലെ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇവിടെ 15 കൊല്ലമായിട്ട് ചെയ്തതായി കുറെ ഹൈമാക്സ് ലൈറ്റുകൾ വെച്ചതായിട്ട് കാണുന്നുണ്ട്, അല്ലാതെ ഒന്നും കാണുന്നില്ല. അതിപ്പം വെച്ചതൊക്കെ കത്താത്ത അവസ്ഥയിലുമാണ്. വേറെ ഒന്നും കണ്ടതായിട്ട് അറിയില്ല. തീർച്ചയായും അങ്ങനെ ഒരു പ്രതികരണമാണ് വരുന്നത്. ഹൈമാസ് ലൈറ്റ് മാത്രമാണ് അത്. നമ്മൾ പലയിടത്തും കേട്ടോ കിരൺ, രഞ്ജിത്ത്, പലയിടത്ത് പോകുമ്പോഴും പല MPമാരുടെ ഭാഗത്തു നിന്ന് ഈ ഹൈമാസ്ക് ലൈറ്റുകൾ വെക്കുന്നതല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആറ്റിങ്ങിൽ നിന്ന് അതേ രീതിയിലുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ അങ്ങേ ദിവസം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഹൈമാസ്
ലൈറ്റുകൾ മാത്രം വെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം മാത്രമാണ് എംപിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിമർശനമായിരുന്നു അവർ ഉന്നയിച്ചത്. ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇവിടെയും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ ശോചനീയ അവസ്ഥയിലേക്ക് കൂടിയാണ് ഇവിടെ ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരം കൂടി മാറുന്നത്. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കൂടുതൽ ചൂടിലേക്ക് വരികയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ എംപിയുടെ ഒരു പ്രവർത്തനം ഇപ്പം തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ട്. എല്ലാവരും ആരും ജയിച്ചാൽ ഇതൊക്കെ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. ഇനി അടുത്ത ആൾ വന്നാലും വേറെ പ്രത്യേകിച്ച് ഇവിടെ മാറ്റമൊന്നും വരാൻ കാണുന്നില്ല. കാരണം ഈ പത്തനംതിട്ടയുടെ നിലവിലെ അവസ്ഥ കണ്ടില്ലേ, എല്ലാം ഒരു പണികളും പൂർത്തീകരിക്കത്തില്ല, യാതൊരു വികസനവും ഇല്ലാതെ. അതിപ്പം ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാൻ പോലും. ഒരു മാറ്റം ഉണ്ടായാലും അതായത് ആന്റണിക്ക് വരെ മറ്റൊരാൾ വരണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ദേശീയ തലത്തിലെ രാഷ്ട്രീയമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആന്റണി പോയാലും പിന്നെ തോമസ് ഐസക് പോയാലും അവിടെ ചെന്ന് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്തോ മാറ്റം വരാനാണ്. രണ്ടു കൂട്ടരും ജയിച്ചു പോകുന്നത് അവിടെ തന്നെ. കഴിഞ്ഞ തവണ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കെ സുരേന്ദ്രനായിരുന്നു. ഇത്തവണ അനിൽ ആന്റണി വരികയാണ്. മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണി ബിജെപിയിലേക്ക് പ്രവേശനം നേടുന്നു. അതിനുശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിത്വം എങ്ങനെ കാണും? കേരളത്തിൽ ബിജെപിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അവർ വട്ടപൂജ്യം തന്നെ, ഈ തെരഞ്ഞെടുപ്പിന് വട്ടപൂജ്യം തന്നെയായിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് ഒരു പ്രസക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ 2019 ഏകദേശം 3 ലക്ഷത്തിനടുത്ത് 2,97,000 വോട്ടുകൾ പിടിക്കാൻ കെ സുരേന്ദ്രന് സാധിച്ചു. ഏകദേശം 40,000 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ആന്റണിക്ക് നേടാൻ സാധിക്കുകയും ചെയ്തത്. ഇത്തവണ അതിൽ കൂടുതൽ വോട്ടുകൾ അവർക്ക് പിടിക്കാൻ, വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ട് കാര്യമില്ല, വിജയിക്കണ്ടായി. വിജയിക്കുക എന്ന് പറയുന്നതും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിജയിക്കാൻ സാധ്യതയില്ല. എന്തായാലും ഇവിടെ ബിജെപി വിജയിക്കില്ലെന്ന്. കേരളത്തിൽ ഒരു സീറ്റിലും ബിജെപി വിജയിക്കത്തില്ല. തീർച്ചയായും അങ്ങനെ ഒരു പ്രതികരണം തന്നെയാണ് അവിടുന്ന് വരുകയും ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? കുഴപ്പമില്ല, നല്ല തെരഞ്ഞെടുപ്പ്, നല്ല ചൂടാണ്, നല്ല ഇതിൽ പോകുന്നു. പിന്നെ ഇത്രയും നാള് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഭരിച്ച് നശിപ്പിച്ച നാളാണെങ്കിലും ഇപ്പോഴത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്ര ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇനിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവണം. അതായത് മാറ്റം എന്ന് പറയുമ്പോൾ തോമസ് ഐസക് ആണോ അത് വരണമെന്നാണോ പറയുന്നത്, അതോ അനിൽ ആന്റണി വരണം? ഭരിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു മാറ്റം ഇപ്പോൾ ചേഞ്ച് ഉണ്ടാണ്. കേരളത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വരും. അതിന് ബിജെപി ജയിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ബിജെപി ജയിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങൾ കൂടുതൽ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ആന്റണി ജയിച്ചാൽ അത്രയും കൂടുതൽ പദ്ധതി വിഹിതങ്ങളും അതൊക്കെ ലഭിക്കുമെന്നാണ് ജനം മനസ്സിലാക്കണത്. ഇപ്പൊ തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടിയോ എന്തുവാ, പിന്നെ ശമ്പളം കൊടുക്കാനില്ല, അതില്ല, മറ്റേതില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലും ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിന്റെ കാര്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ ശോചനീയാവസ്ഥയിൽ നിൽക്കുകയല്ലേ, ഇതിലേതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പണി പുരോഗമിക്കുന്നുണ്ടോ? അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തകൃതിയായി നടക്കുന്നതാണോ, അതോ മുൻകാലങ്ങളിൽ തന്നെ? അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല, അതിന് മുമ്പുള്ള ഇതാണ്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എന്താണ് ഇവർ പറയുന്നത്, ഇത്രയും കാലതാമസം എടുക്കാൻ പറയുന്നത്? കാലാവസ്ഥ എടുക്കാൻ പറയുന്നത് നമുക്കറിയത്തില്ല. ശരിക്കും ഇത് അനാസ്ഥയാണ്. തന്നെ അതിൽ ഭരിക്കുന്ന മുന്നണിയുടെ അനാസ്ഥ അല്ലാതെ പറയുന്നത്. തീർച്ചയായും എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് ചേട്ടൻ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റുള്ളവർ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതായിട്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കളം വളരെ ചൂടുപിടിച്ച രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. പലരുടെയും അഭിപ്രായങ്ങൾ, ചില മാറ്റങ്ങൾ വരണമെന്നുള്ള അഭിപ്രായങ്ങൾ പല ജനങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ചില തോമസ് ഐസക് വിജയിച്ച് വരണമെന്നും ഒപ്പം തന്നെ അനിൽ ആന്റണി തന്നെ വരട്ടെ എന്നുള്ള ഒരു അഭിപ്രായം ചിലർ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആന്റണി തന്നെ തുടരട്ടെ എന്നുള്ള അഭിപ്രായവും പലർ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കൂടുതൽ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി ഇലക്ഷൻ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആര് ജയിക്കണോ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാകും? തികച്ചും അഴിമതിയാ, വേണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? നല്ല ഭരണം, അതുകൊണ്ടാണ്. നല്ലല്ലേ തരുന്നേ, അതുകൊണ്ട് ആരും വേണ്ട. അതായത് ആരും ഇവിടെ ജയിച്ചിട്ടുണ്ട്. നിലവിലെ എംപിയുടെ കാര്യം ജനങ്ങളെ അങ്ങ് വെറുതെ വിട്ടുതരാം, അത്രേ ഉള്ളൂ. ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നില്ലെന്നാണ്? വോട്ട് ചെയ്യത്തില്ല ആർക്കും. വോട്ട് ചെയ്യാൻ പോകും, ചെയ്യണോ വേണ്ടയോന്ന് അന്നേരം തീരുമാനിക്കും. പക്ഷെ ആർക്കും കൊടുക്കത്തില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തുകൊണ്ടാണെന്നൊരു കാരണം ഉണ്ടാവില്ല? കാരണം നല്ല കാരണമല്ലേ. ഒന്ന് ഈ മേൽപ്പാലം, അതാണ് നമ്പർ 1. പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കച്ചവടക്കാരെയും എല്ലാവരെയും തകർത്ത ഏറ്റവും വലിയ ഒരു ഇതാണ് ആ പാലം. അതോടുകൂടി കച്ചവടം കാര്യങ്ങളെല്ലാം ഡൗൺ ആയി, എല്ലാ മേഖലയും ഡൗൺ ആയി. അത് മെയിൻ കാരണം.
പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വിലക്കയറ്റം എല്ലാമായിട്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് ആന്റണി എം പി ഇവിടെ നിങ്ങളുടെ ജനപ്രതിനിധിയായി പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമല്ലല്ലോ ഇവിടുത്തെ കാര്യം. പാവപ്പെട്ട ജനങ്ങൾക്ക് അന്നത്തിനുള്ള വക ഉണ്ടോ? ഇല്ല. പിന്നെന്താ അഭിപ്രായം പറയാം? ഒന്നും അഭിപ്രായമില്ല. ചേട്ടന്റെ അഭിപ്രായം എങ്ങനെയാ? ചേട്ടൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അഭിപ്രായമുണ്ട്. പിന്നെ അഭിപ്രായം ഇല്ലാതെ നമ്മളെ ഈ പിന്നെ ഇത് ചെയ്യുന്നതല്ലേ ഈ പിന്നെ എന്ത് ഞാൻ വോട്ട് ചെയ്താലും ആന്റണിക്ക് വോട്ട് ചെയ്യും. അഭിപ്രായം ഞാൻ പിന്നെ ഭയങ്കര കോൺഗ്രസ്സുകാരനല്ല, എന്നാലും നമ്മുടെ ഒരു ഇതനുസരിച്ച് ആന്റണിക്ക് വോട്ട് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ മേൽപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരാവശ്യമില്ലാത്തൊരു സംഭവമായി. ഇവിടെ കച്ചവടത്തിനെ ബാധിച്ച് എല്ലാവരെയും ബാധിച്ച്. അതുമല്ല പിന്നെ ഈ LDFിൻ്റെ ഭരണം പൊതുവെ അറിയാമല്ല. പിന്നെന്താ പറയുന്നത്, ഈ മേൽപ്പാലത്തിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി? അതെന്താ ഇങ്ങനെ കാലതാമസമായി? ഇപ്പോൾ 1 വർഷമോ 2 വർഷമായിട്ടായി. കച്ചവടമില്ല, ഒന്നുമില്ല, ഒരാൾക്ക് മാത്രമേ എല്ലാവർക്കും. ഇതെന്താ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകാനുള്ള കാരണം എന്ന് അവർ പറയുന്നത്? അത് നമുക്കറിയില്ല. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടൊന്നുമില്ല? നമ്മളെന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? അതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലേ, അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ, അത് നിങ്ങൾ തന്നെയല്ലേ അവരോട് ചോദിക്കാൻ വേണ്ടത്? അത് ഓരോരുത്തരെ പ്രൊമോട്ട് ചെയ്തായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്, അല്ലേ? ആർക്ക് വേണ്ടി, എവിടെ വരെ അതിന്റെ എൻഡ്, എവിടെ വരെ തുടക്കം, അത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അത് നന്നായിട്ട് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയാൻ പറ്റും. പിന്നെന്തിനാ അങ്ങനെ ഒരു പ്രതികരണമാണ് നടത്തുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയേണ്ടതായിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? കുഴപ്പമില്ല. എന്നാലും ആര് ഇവിടെ വിജയിക്കുമെന്നൊക്കെയുള്ളൊരു പ്രഡിക്ഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. വിജയിക്കുമെന്നുള്ളത് നമ്മൾ പാടാൻ കഴിക്കുന്ന കാര്യങ്ങളല്ല. 3 നല്ല സ്ട്രോങ് സ്ഥാനാർത്ഥികളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ യുവജനങ്ങളുടെ ഇടയിൽ ആന്റണി സാറിൻ്റെ മോനും പിന്നെ ആന്റണി സാറും ഒക്കെ എല്ലാവരും അറിയുന്നവരായതുകൊണ്ട് ഒന്നും പ്രയോജനമൊന്നും പറ്റാത്ത അവസ്ഥയാണ്. ഇത്തവണ അനിൽ ആന്റണി ഒരു മുന്നേറ്റം നടത്തുമെന്ന് തോന്നുന്നു. മുന്നേറ്റം നടത്താൻ ചാൻസ് ഉണ്ട്. യുവതലമുറയുടെ ഇടയ്ക്ക് ഇപ്പോൾ അദ്ദേഹം ഒരു സ്ട്രോങ് കണ്ടസ്റ്റ് ആയതുകൊണ്ട് ചെറിയ മുന്നേറ്റം നടത്താൻ ചാൻസ് ഉണ്ട്. അവരൊക്കെ ഇവിടെ പ്രചരണത്തിന് വന്നായിരുന്നോ? ആന്റണി സാറിന്റെ മോൻ ഇതുവരെ പ്രചരണത്തിന് എത്തിയിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ എത്തിയായിരുന്നു. തോമസ് ഐസക്കാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായിരുന്നത്. ഒരു വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഈ സിറ്റിംഗ് സീറ്റ് UDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആണ് അദ്ദേഹത്തെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ചെറിയൊരു മുന്നേറ്റം ഐസക് സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധനമന്ത്രി ആയിരിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആന്റണി സാറ് കോൺഗ്രസിന്റെ ഒരു ചെറിയൊരു മുന്നേറ്റമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചേട്ടന്റെ പ്രതികരണം കേട്ടാ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ കണ്ടായിരുന്നു? ആരൊക്കെയാ നിൽക്കുന്നതെന്ന് അറിഞ്ഞിരുന്നോ? ആർക്കൊപ്പം ആയിരിക്കും ഇത്തവണ? ജോസഫ് തോമസ് ഐസക്കിനായിരിക്കണം ചാൻസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പുള്ളി നല്ല കാര്യങ്ങളൊക്കെ മന്ത്രിയായിരുന്നപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ഈ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയെ നല്ല മതിപ്പല്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന MP ഉണ്ടല്ലോ ആന്റണി, അദ്ദേഹത്തെ ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ 12 ജില്ലയ്ക്ക് വേണ്ടി ഒരു പ്രയോജനം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഗുണം ഉണ്ടായി. പിന്നെ എന്തുകൊണ്ടാണ് ഈ തുടർച്ചയായി അദ്ദേഹം വിജയിച്ചു വരുന്നത്? വിജയിക്കുക വരുന്നത് പറഞ്ഞാൽ അയാൾക്ക് സമുദായത്തിന്റെ കുറച്ച് വോട്ടുകളൊക്കെ കിട്ടും. അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി കിട്ടുന്ന അല്ലാതെ രാഷ്ട്രീയം വെച്ച് നോക്കാൻ പുള്ളി ഒന്നും ഇതുവരെ 12 നശിച്ചു കിടക്കും. MP ഫണ്ടായിട്ട് ഒന്നും ഇവിടെ വിനിയോഗിച്ചിട്ടില്ല. MP ഫണ്ട് ഒന്നും വിനിയോഗിച്ചിട്ടില്ല, ഒരു പുരോഗമനമില്ല. ഇപ്പം ഈ സർക്കാർ ഇപ്പം ഇത് പേപ്പാലമൊക്കെ പണി തുടങ്ങി, മേപ്പാലം പണിയൊക്കെ തുടങ്ങി. ഇപ്പം കേരള സർക്കാർ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഈ മേൽപ്പാലം പണി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇടത്തരം കച്ചവടക്കാരുടെ പണി ചുമ്മാ പറയുന്നത് ഈ സ്റ്റാൻഡിന്റെ ഒരു പണിയുടെ അപ്പോൾ തുടങ്ങി ഇപ്പം പൂർത്തീകരിക്കാൻ പോവാം. നല്ല രീതിയിലാണ് സ്റ്റാൻഡ് പണി തുടങ്ങി. ഇനി അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോകും. മേപ്പാലം അത്യാവശ്യം യാത്രാക്കുരുക്കൊക്കെ മാറും നല്ല രീതിയിൽ. ഇടിപിടിയിൽ നിന്ന് മേപ്പാലം പണി തീർക്കാൻ നിൽക്കത്തില്ല. അതിനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റെപ്പിങ് ചെയ്ത് അത് ഉറച്ചു കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ പറയും ആ താമസിച്ചു പോയി, അത് പണില്ല, ഇങ്ങനെ അതിനൊക്കെ എതിർ പാർട്ടികൾ പറയും. പക്ഷെ സർക്കാർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതൊരു ദോഷവും സർക്കാർ ചെയ്തിട്ടില്ല.
മൊത്തത്തിൽ കേരളത്തിൽ ഒരു തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പല വിഭിന്നമായ പ്രതികരണങ്ങളുണ്ട്. ആന്റോ ആന്റണി തന്നെ സീറ്റ് നിലനിർത്തുമെന്ന് പറയുന്നവരുണ്ട്. ഒപ്പം തന്നെ തോമസ് ഐസക് ഈ സീറ്റ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട്. അനിൽ ആന്റണി ഒരു മുന്നേറ്റം നടത്തി ഇവിടെ തിരിച്ചു വരുമെന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. പലവരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രജിത, MG മിഥുനാണ് അവിടെ പത്തനംതിട്ടയിലെ ജനങ്ങൾക്കൊപ്പം വോട്ടോട്ടവുമായി ചേർന്നത്. കാരണം വോട്ടോട്ടം ഒരുപാട് ആളുകൾക്ക് തങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്, രാഷ്ട്രീയ നിലപാടുകൾ പറയാനുണ്ട്. ഇതൊന്നും തുറന്നു പറയാത്ത ആളുകളുണ്ട്, നിശബ്ദമായി പോയി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളതാണ് വോട്ടോട്ടത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടത്, അമിത്ഷാ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇന്ന് തമിഴ്നാട്ടിൽ എത്തുന്നു എന്നുള്ളതാണ്. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ, അതിനായി തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ ഹെലികോപ്റ്ററിൽ തക്കലയിലേക്ക് പോവുക എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. BJP പൊതുസമ്മേളനത്തിൽ അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നു. തുടർന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുന്ന അമിത്ഷാ ഉച്ചയോടെ പ്രത്യേക വിമാനത്തിൽ ജയ്പൂരിലേക്ക് പോകും. വോട്ടവകാശം വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ അതിന് ബോധവൽക്കരണ പരിപാടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊല്ലത്ത് മാജിക്കിലൂടെയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിൽ വോട്ടോട്ടം തുടരുന്നതിനിടയിലാണ് നമ്മൾ യാദൃച്ഛികമായാണ് ഈ ഒരു പരിപാടി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ മാജിക്കിലൂടെയും ഒപ്പം തന്നെ ഒരാൾ എങ്ങനെ വോട്ട് ചെയ്യണം, അതിന്റെ ആവശ്യകത എന്താണ്, അതിൽ ഒരു ആപ്പടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തന്നെ എന്നോടൊപ്പം ഈ ആളുകൾ ഇതിലേക്ക് ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയും ഒക്കെയായി ഒരു മജീഷ്യൻ കൂടി. മജീഷ്യൻ എന്താണ് പേര്? പ്രേംദാസ് ആണ് പേര്. പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 18 വയസ്സ് തികഞ്ഞിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വോട്ടവകാശം നമ്മുടെ സ്വന്തം അവകാശമാണ്, അത് പാഴാക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഈ സാക്ഷം ECI എന്നുള്ളൊരു ആപ്പുണ്ട്. അതിലൊന്ന് വിരലമർത്തി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ വന്ന് വോട്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവരെ എല്ലാവരെയും ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു മാജിക് കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത്. മാജിക് കാണണം എന്നാണ്. ഓക്കെ, തീർച്ചയായിട്ടും മാജിക് കാണാം. ഞാൻ മ്യൂസിക് ഒന്നുമില്ലാതെയാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അത് തന്നെ കൊള്ളായിരുന്നു. അത് വിളിച്ച് വീണ്ടും ഉണ്ട്. ഇത് ഒറിജിനൽ നോട്ടാണോ? ഒറിജിനൽ നോട്ടാണ്. അപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തു തന്നിരുന്നത് കൊള്ളായിരുന്നു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. തീർച്ചയായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് 18 വയസ്സ് തികഞ്ഞിട്ടുള്ള എല്ലാവരും വോട്ട് പാഴാക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായും എല്ലാ വോട്ടർമാരോടും പ്രത്യേകം അപേക്ഷിക്കുകയാണ്, എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായും തീർച്ചയായും. എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ, രസകരമായ രീതിയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തണമെന്നുള്ള, അതായത് വോട്ടവകാശം വിനിയോഗിക്കണമെന്നുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്നോടൊപ്പം നോഡൽ ഓഫീസർ കൂടി ചേരുന്നുണ്ട്. എന്താണ് സാർ പേര്? എൻ്റെ ഒരു സുദേശൻ. എന്താണ് ഈ ഒരു പരിപാടി കൊണ്ട്? നമ്മുടെ ജില്ലയിൽ ആകമാനം വിവിധ തരത്തിലുള്ള അവബോധ പ്രവർത്തനം നടത്തുക, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക, വോട്ടർ ലിസ്റ്റിൽ പേരുള്ള 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ ഭരണഘടനാ അവകാശം വിനിയോഗിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പരമാവധി വോട്ട് ശതമാനം ഉയർത്തുക, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അവബോധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. തന്നെ 18 വയസ്സ് കഴിഞ്ഞ് നിരവധി ആളുകളുണ്ടായിരിക്കും, ചിലപ്പോൾ പക്ഷേ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള നിരവധി പേരുണ്ടായിരിക്കും. അവർക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അതെന്താണ് അതെന്ന് പറഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും മാത്രമാണ് ആ സൗകര്യം ഒരുക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ തന്നെ വന്ന് വോട്ട് ചെയ്യണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധ പ്രവർത്തനം കൂടിയാണ്. വിവിധ തരത്തിലുള്ള പരിപാടി ജില്ലാ സ്വീപ്പിന്റെ നേതൃത്വം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. നാളെ തന്നെ നമ്മൾ കൊല്ലം ബീച്ചിൽ ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും പങ്കെടുക്കുന്ന വടംവലി മത്സരം നടത്തുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളുണ്ട്, ഫ്ലാഷ് മോബുകളുണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടി ജില്ലയിലെ എല്ലാ 11 നിയോജക മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക.
അതിന്റെ ഭാഗമായി ഇതിപ്പം CO ഓഫീസിന് നേരിട്ട് ഏർപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള ഒരു അവബോധ പ്രവർത്തനം. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ നമ്മളിപ്പോൾ നഗരപ്രദേശങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളിൽ ഇലക്ഷൻ സന്ദേശം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടുറപ്പിക്കാൻ നെട്ടോട്ട് ഓടുമ്പോൾ നമ്മൾ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും ഇതിൽ അവർ പറയുന്ന പോലെ തന്നെ വിരൽ തുമ്പിൽ ജനാധിപത്യം, ഞാൻ വോട്ട് ചെയ്യും, നമ്മൾ വോട്ട് ചെയ്യും, കൊല്ലം വോട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും അവരുടെ അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും വോട്ട് ചെയ്യാൻ 26-ന് പോളിംഗ് ബൂത്തിൽ എത്തണമെന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കൊല്ലം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. അപ്പോൾ അങ്ങനെയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഏതായാലും ഓരോ ദിവസവും തെരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഇന്ന് നാളെ വിഷു ദിവസമാണ്. അതിനുശേഷം സജീവമായി പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥികൾ കുറച്ചുകൂടിയാകും. ഇനി കുറച്ച് ദിവസങ്ങൾ 26-നാണ് അല്ലേ? 26 എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ മാത്രമാണ്, ചെറിയ ദിവസങ്ങൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് മെയിലാകുന്നുള്ള ഒരു വലിയൊരു പ്രത്യേകത എപ്പോഴും ഏപ്രിൽ മാസത്തിൽ സാധാരണഗതിയിൽ 3 മതവിശ്വാസികളുടെയും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ എല്ലാ ആഘോഷത്തിലും ഇവരെല്ലാവരും പാർട്ടി മറന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അധികമായി തന്നെ പങ്കെടുക്കുന്ന ഒരു പതിവ് കൂടിയുണ്ട്. ഇപ്പോൾ നാളെ ഇനി വിഷു വരുന്നു, ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു, അതിനു മുമ്പ് ഈസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഈ ആരാധനാലയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു മുമ്പത്തേക്കാൾ കൂടുതൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വോട്ട് ചോദിക്കലൊക്കെ സ്ഥാനാർത്ഥികൾ, എല്ലാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കൂട്ടുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നതൊക്കെ തോന്നുന്നു. തീർച്ചയായും അതാണ് തെരഞ്ഞെടുപ്പിന്റെ പൊതുവെയുള്ള ചിത്രം. നമുക്ക് ആഘോഷങ്ങൾ, വിഷുവോടുകൂടി ഏതാണ്ട് ആഘോഷങ്ങൾക്കൊക്കെ ഒരു സമാപനമാകും. പിന്നീട് തെരഞ്ഞെടുപ്പ് ആഘോഷത്തിലേക്ക് കേരളം ശരിക്കുള്ള പൂരം. നാളെ കൊല്ലം പൂരമാണ്. ഈ കൊല്ലം പൂരത്തിൽ ഒരുക്കങ്ങൾ ഇവിടെ തൊട്ടുപുറകിലുള്ള ആശ്രാമം മൈതാനത്ത് നടക്കുന്നുമുണ്ട്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമാണ്. ഒരുപാട് ആനകൾ. എത്ര ആന ഉണ്ടാവും ഷിജു ഈ കൊല്ലം പൂരത്തിന്? 40 ആനകളോളം ഉണ്ടാകുമെന്നാണ് നമ്മുടെ കൊല്ലംകാരനായ ക്യാമറമാൻ ഷിജു പറയുന്നത്. 40ഓളം ആനകൾ ചേരുന്ന കൊല്ലം പൂരത്തിലുള്ള ഒരുക്കങ്ങൾ തൊട്ടുപുറകിൽ നടക്കുന്നുണ്ട്. ഏതായാലും ആശ്രാമം മൈതാനത്തിൽ തൽക്കാലം നമ്മൾ നമ്മുടെ മറ്റ് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ മോർണിംഗ് വൈബ്സ് പൂർണ്ണമാകുന്നു. ഇനി ഗോധ കാണാം. നമസ്കാരം. നമസ്കാരം. മോർണിംഗ് വൈബ്സ് ഇന്നുള്ളത് കൊല്ലം ആശ്രാമം മൈതാനത്താണ്. നമുക്കറിയാം ഏറെ സജീവമായ ഒരു സ്ഥലമാണ് ആശ്രാമം മൈതാനം. കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിലും പാലക്കാടും ഒക്കെ പോയി ഇത്തരത്തിൽ രാവിലെ പ്രഭാത സവാരി നടത്തുന്ന സ്ഥലങ്ങളും ആളുകൾ മോർണിംഗ് വാക്കിന് എത്തുന്ന സ്ഥലങ്ങൾ, ഈ രാവിലെ ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെ വളരെ സജീവമായ നഗരഹൃദയത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ആശ്രാമം മൈതാനം. അനവധി ആളുകൾ രാവിലെ മുതൽ ഇവിടെ തങ്ങളുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ട് എത്തുന്നുണ്ട്. കൊല്ലത്ത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ കനത്ത പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. 2 സിനിമാ നടന്മാരെ എതിരിടുന്നത് BJPയുടെ കൃഷ്ണകുമാറിനെയും LDFന്റെ M മുകേഷിനെയും നേരിടുന്നത് NK പ്രേമേന്ദ്രൻ എന്ന സിറ്റിംഗ് MP ആണ് ഇവിടെ. അങ്ങനെ ഏറെ പ്രത്യേകതയുള്ള ഒരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇവിടം. നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇന്ന് മുഴുവൻ, ഇന്ന് ന്യൂസ് 18ന്റെ ഗോധ അത് കൊല്ലം ജില്ലയിലാണ്. ഇന്ന് വൈകുന്നേരം തിരുവല്ലാവാരത്ത് വെച്ചാണ് ആ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഗോധയുമായി ബന്ധപ്പെട്ട് ഞാനും കിരൺ ബാബുവും ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇന്നലെ കോട്ടയത്തെ പരിപാടി കഴിഞ്ഞാണ് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് എത്തുകയും രാവിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുകയും ചെയ്തത്. ഏതായാലും മോർണിംഗ് വൈബ്സ് നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കൊപ്പം. അതിലൊന്ന് കായംകുളത്തെ CPM വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ്. ഈ കായംകുളത്തെ CPM വിഭാഗീയതയിൽ പുറത്താക്കപ്പെട്ട ചില നേതാക്കൾ NDA നേതൃത്വവുമായി ചർച്ച നടത്തി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആലപ്പുഴ ബ്യൂറോയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകണം. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളുമുണ്ട്. നമുക്ക് കിരൺ ബാബുവിലേക്ക് പോകാം. കിരൺ നേരത്തെ ശരണ്യയുമായി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സംസാരിച്ചിരുന്നു. കിരണിലേക്ക്.
കായംകുളം CPM-ന്റെ ദീർഘകാലമായി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KL പ്രസന്നകുമാരിയാണ് കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി അംഗത്വം രാജിവെച്ചത്. പാർട്ടിയുമായി അവരുടെ മകൻ ബിപിൻ സി ബാബു ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നേരത്തെ പാർട്ടി നടപടിയെടുത്ത് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയതാണ്. നിലവിലും ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, ഏരിയ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരുന്നു. നിലവിൽ ബ്രാഞ്ചിലാണ് ഇപ്പോൾ ബിപിൻ സി ബാബു ഉള്ളത്. ബിപിനെ തിരിച്ച് പാർട്ടി സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ബിപിന്റെ അമ്മ കൂടിയായ ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി ദീർഘകാലമായി ആവശ്യപ്പെടുകയായിരുന്നു. ബിപിനും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതോടുകൂടിയാണ് ഇത് ശക്തമാക്കിയത്. ഇതിനെ തുടർന്ന് ആണ് ഈ രാജിയിലേക്കൊക്കെ വന്നത്. പക്ഷേ രാജിയുടെ തൊട്ട് അടുത്ത ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ച അവിടെ NDA നേതാക്കളുമായി, പ്രത്യേകിച്ച് BDJS നേതാക്കളുമായി നടത്തിയത്. അതിൻ്റെ വിശദാംശങ്ങളാണ്, വാർത്തയുടെ വിശദാംശങ്ങളാണ്, അതിൻ്റെ ചിത്രങ്ങൾ സഹിതമാണ് ശരണ്യ സ്നേഹജൻ, ഞങ്ങളുടെ ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജൻ പുറത്തുവിടുന്നത്. ശരണ്യ, ഇത് എപ്പോഴായിരുന്നു ഈ കൂടിക്കാഴ്ച? ഇതിനിടയിലൊക്കെ പാർട്ടി ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നിരുന്നല്ലോ. അത്തരം ശ്രമങ്ങളൊക്കെ നടക്കുകയും ബിപിൻ സി ബാബുവിനെ ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കണമെന്നൊക്കെ പാർട്ടി നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. ഇതിനിടയിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നത്? അതോ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് ഇത്തരം ഒരു രാജിയിലേക്ക് ഇവർ നീങ്ങുകയായിരുന്നു? കിരൺ, കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളം വാൾ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CPM-ന് ഒരു തലവേദന സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ അത് വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും CPM-ന്റെ ഒരു ഉറച്ച കോട്ടയായി കഴിഞ്ഞ തവണ LDF-നടക്കം ലീഡ് നൽകിയ ഒരു സ്ഥലമാണ് കായംകുളം. അത്തരത്തിൽ ഉറച്ച വോട്ടുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കായംകുളത്ത്. അവിടെയാണ് കുറെ കാലമായി CPM-നുള്ളിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി നിന്ന സൈബർ യുദ്ധങ്ങൾ, അതായത് കായംകുളത്തെ വിവിധ ഗ്രൂപ്പുകൾ അവരുടേതായ സൈബർ ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അതിന്റെ പുറകെ തുറന്ന യുദ്ധവും നടക്കുന്ന ഒരു സാഹചര്യം കായംകുളത്തുണ്ടായിരുന്നു. എല്ലാ കാലത്തും കായംകുളം ഒരു തലവേദനയായി CPM-ന് നിലനിൽക്കുന്നതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പുത്തൻ അടി നൽകിക്കൊണ്ട് കായംകുളത്തെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ പ്രസന്നകുമാരി എന്ന CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം, അവർ ദീർഘകാലമായി CPM ഏരിയ കമ്മിറ്റി അംഗമായി തുടരുന്ന ആളാണ്, പ്രാദേശിക നേതാവാണ്, 2 തവണ CPM-ന്റെ പ്രതിനിധിയായി മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയ ഒരു പ്രാദേശിക നേതാവാണ്. ഈ പ്രസന്നകുമാരി താൻ പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി രാജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞത് KS ബാബുജാൻ അടക്കമുള്ള മറ്റൊരു വിഭാഗത്തിന്റെ ഉപദ്രവത്തെ തുടർന്നാണ് രാജിയിലേക്ക് പോകുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ആ രാജിക്കത്തിനകത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, തനിക്കൊപ്പം അസംതൃപ്തരായ നിരവധി CPM പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി, അത്തരത്തിലൊരു സൂചന കൂടി പ്രസന്നകുമാരി ആ രാജിക്കത്തിൽ നൽകിയിരുന്നു. പ്രസന്നകുമാരിക്ക് പുറമെ മകൻ ബിപിൻ സി ബാബു ഇതിനു മുമ്പ് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കായംകുളത്ത് നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ CPM പ്രതിനിധിയായി മത്സരിച്ച കഴിഞ്ഞ കുറെ കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോഴും CPM അംഗമായി ജില്ലാ പഞ്ചായത്ത് അംഗമായി നിൽക്കുന്ന ആളാണ് ബിപിൻ. ആ ബിപിൻ സി ബാബുവിന്റെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങൾ ഇവരുടെ രാജിക്കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഈ രാജിക്കത്ത് പുറത്തു വന്നതിന് ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ, ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ കായംകുളത്തെത്തുകയും ഇവരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ആ ചർച്ചയ്ക്കകത്ത് തീരുമാനമായത് ബിപിൻ സി ബാബുവിനെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ബിപിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കണമെന്നൊരു തീരുമാനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനമായത്. മാത്രമല്ല, ഈ പ്രസന്നകുമാരിയുടെ ബിപിന്റെയും രാജി പാർട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നില്ല. അത്തരം ഒരു സമ്മർദ്ദ തന്ത്രത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് CPM നേതൃത്വവുമായുള്ള ആ ഒരു യോഗം കഴിഞ്ഞ്, CPM നേതൃത്വത്തിന്റെ യോഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് NDA നേതാക്കൾ, പ്രത്യേകിച്ച് BDJS നേതാക്കൾ ബിപിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി എന്നുള്ളതാണ്. അവരൊരു CPM കുടുംബമാണ്, പാർട്ടി കുടുംബമെന്ന് അറിയപ്പെടുന്ന ആളുകളാണ്. ഈ ബിപിൻ സി ബാബുവിനെ നടപടിയെടുത്ത് CPM കഴിഞ്ഞ കുറച്ച് നാളുകളായി നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഭാര്യ മഹിളാ അസോസിയേഷൻ നേതാവാണ്, ഒപ്പം തന്നെ അച്ഛൻ, ഭാര്യയുടെ പിതാവ്. ഈ ബിപിൻ സി ബാബുവിനെതിരെ നേരത്തെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിരുന്നു.
ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ പെട്ടിരുന്നു. പാർട്ടി ഈ തലത്തിൽ ഒരുപാട് ചർച്ചയായതാണ്. കായംകുളത്ത് പ്രത്യേകിച്ച് ഈ വിഷയം ചർച്ചയായതാണ്. ബിപിൻ സി ബാബുവിനെ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് ഇത്തരം ചില നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ BDJS കായംകുളത്ത് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ അത്യാവശ്യം ശക്തിയുള്ള തുഷാർ വെള്ളാപ്പള്ളി നാളാണ്. അവിടെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമ്പോൾ ഈ ബിപിൻ സി ബാബുവും അമ്മയും അല്ലാതെ മറ്റ് നേതാക്കളെ ബന്ധപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ടോ? മറ്റെന്തൊക്കെ നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? BDS-ൽ ചേരുമെന്ന തരത്തിൽ കാര്യങ്ങൾ ഉറപ്പിക്കാനുള്ള ഘട്ടമായിട്ടുണ്ടോ? ഇതിനകത്ത് രഞ്ജിത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ വിഷയങ്ങൾ ചർച്ചയപ്പെട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതായത് 6 മാസത്തെ സസ്പെൻഷന് ശേഷം ബിബിനെ തിരിച്ച് CPM-ലേക്ക് വരുമ്പോൾ ബിബിൻ ഏത് ഘടകത്തിൽ വരണമെന്നുള്ളത് നിലവിൽ ഇപ്പോൾ പാർട്ടി അംഗത്വത്തിലാണ് ബിബിൻ നിലനിൽക്കുന്നത്. ബിബിന് ഘടകം ഏരിയ സെന്ററിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം പ്രധാന ഡിമാൻഡ് ആയിരുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ ഗാർഹിക പീഡന പരാതിയുമായി പാർട്ടി കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഈ പരാതിക്കാരനായ പെൺകുട്ടിയുടെ അച്ഛനും ഒപ്പം തന്നെ ആ പെൺകുട്ടിയും ഗാർഹിക പീഡനം പരാതി നൽകിയ മഹിളാ അസോസിയേഷൻ നേതാവ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് തിരിച്ച ഏരിയ കമ്മിറ്റിയിലേക്ക് എടുക്കുക? അത് മറ്റൊരു ചർച്ചയിലേക്ക് പോകുമെന്നുള്ള ആശങ്കയാണ് CPM-നകത്ത് നിൽക്കുന്നത്. അപ്പോൾ പോലും ബിബിനെ പിന്തുണച്ചുകൊണ്ട് CPM-നകത്ത് ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ബിബിൻ നാമനിർദ്ദേശം അതായത് CPM-നെതിരെ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രിക വാങ്ങിയിരുന്നു അതിനുള്ള അപേക്ഷയ്ക്കുള്ള പത്രിക വാങ്ങിയിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അത്തരം ആരോപണങ്ങൾ നിലനിന്നിരുന്നു. BDJS-ലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നിന്ന് മത്സരിക്കത്തക്ക രീതിയിലുള്ള BDJS നേതാക്കളുമായുള്ള ചർച്ച നടന്നിരുന്നു. NDA-യിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള വ്യാപകമായ ആരോപണം കായംകുളത്ത് എന്തായാലും ഇത്തരത്തിലേക്ക് ചർച്ച നടക്കുകയും ഇത്തരത്തിൽ ചർച്ച നടക്കുകയും സ്വാഭാവികമായും BL പ്രസന്നകുമാരിക്കെതിരായാലും അതോടൊപ്പം തന്നെ ബിപിൻ സി ബാബുവിനെതിരായാലും കടുത്ത നടപടികളിലേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നതിനപ്പുറത്തേക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ ഇവരുമായി ഒരു അനുനയ നീക്കത്തിനുള്ള സാധ്യത ഉണ്ടോ? സാധാരണഗതിയിലേക്ക് ഇത്തരം ചർച്ചകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നാൽ അത്തരം നടപടികളിലേക്ക് നീങ്ങുകയാണ് പതിവ്. അവിടെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടാകാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അനുനയ നീക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കിരൺ, അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലുള്ള ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അതായത് പ്രസന്നകുമാരിക്കൊപ്പം ബിപിൻ സി ബാബുവിന്റെ വീട്ടിൽ ഇരിക്കുന്നവർ BDJS-ന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. അതായത് BDJS സംസ്ഥാന സെക്രട്ടറി പ്രദീപ് ലാൽ, ഒപ്പം തന്നെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, പ്രാദേശിക BDJS നേതാവ് ലാൽ എന്നിവരാണ് പ്രസന്നകുമാരിയുടെ വീട്ടിൽ CPM-വുമായി അതായത് CPM സംസ്ഥാന സെക്രട്ടറി അംഗം സജി ചെറിയാന് കമ്മിറ്റി കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ അന്ന് രാത്രി 10 മണിയോടുകൂടി ഇവരുടെ വീട്ടിലെത്തിയത്. ഒപ്പം തന്നെ ഇവരാണ് ഇപ്പോൾ നിലവിൽ ഒരു മീഡിയേറ്ററായി നിന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നവർ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ 8:30-ക്ക് അതായത് കിരൺ ഈ വിഷയങ്ങൾ വീണ്ടും അതിനകത്ത് ബിപിൻ കൊടുത്ത രാജിക്കത്ത് മാധ്യമങ്ങളിലേക്ക് വിടുകയും അതിനകത്ത് CPM-വുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിലാക്കുന്ന ചില കൊലപാതക കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ ഇന്ന് രാവിലെ 8:30-ക്ക് സജി ചെറിയാന്റെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരാനിരിക്കെ ഈ വിഷയം തന്നെ ചർച്ച ചെയ്തതിന് വേണ്ടി CPM-ന്റെ യോഗം ചേരാനിരിക്കെയാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ അവരുടെ വീടിനകത്ത് നിന്ന് നടത്തുന്ന ചർച്ചയുടെ ദൃശ്യങ്ങൾ അടക്കമുള്ള ചിത്രങ്ങൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഇത് CPM-നകത്ത് കായംകുളത്തെ CPM-നകത്ത് വലിയ ചർച്ചകളിലേക്ക്, കാരണം നിലവിൽ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ് പാർട്ടി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉണ്ടായ ഒരു വിഷയം ഈ ചിത്രങ്ങളടക്കം പുറത്തു വന്നത്. എന്തായാലും കായംകുളത്ത് നിന്ന് വരുന്ന CPM-ൽ നിന്ന് വരുന്ന വാർത്തകൾ CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗം രാജി നൽകുന്നു. മുൻ ഏരിയ സെക്രട്ടേറിയറ്റ് മെമ്പറും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന ബിപിൻ സി ബാബു അടക്കം അമ്മയും മകനും ഇവർ രണ്ടുപേരും BDJS നേതാക്കളുമായിരുന്നാലും ചർച്ച നടത്തുന്നു. ചർച്ചയുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇനിയിപ്പോൾ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്താണ് തുടർ നടപടികളിലേക്ക്? സാധാരണഗതിയിൽ ഇത്തരം തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ പാർട്ടി നടപടികളിലേക്ക് കടക്കുന്നതാണ്. ഒരുപാട് വിഭാഗീയത സുധാകരൻ പോലും തന്നെ പിന്നെ ഈ പറഞ്ഞ വിഷയങ്ങളിലും അവിടെ കായംകുളത്തുകാർ കാലുവാരികളാണെന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഓർത്തു വെക്കും. ഒരുപാട് കാലത്തോട്ട് പാർട്ടി വളരെ ദീർഘകാലം പതിറ്റാണ്ടുകളായി തന്നെ പാർട്ടിക്കുള്ളിൽ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഏരിയ കമ്മിറ്റി. കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ ഈ വിഭാഗീയത വരുന്നതിന് മുമ്പ് തന്നെ വിഭാഗീയത അതിശക്തമായിട്ടുള്ളതാണ്. പലതവണ പാർട്ടി ഇടപെടുകയും പാർട്ടിയിൽ തിരുത്തൽ സുധാകരൻ തോറ്റ മണ്ഡലമാണ്. MMS തോറ്റ മണ്ഡലമാണ്. സുധാകരൻ ആദ്യം ജയിച്ചു. അദ്ദേഹം ഈ കാലുവാരന്റെ കാര്യമൊക്കെ
ഇപ്പോൾ സമീപകാലത്ത് പ്രസംഗത്തിൽ പറഞ്ഞു സ്വാഭാവികമായും അത്തരം കാര്യത്തിനൊക്കെ സാധ്യതയുള്ളതാണ്. പലതവണ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അടക്കം ഇടപെട്ടിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റി കൂടിയാണ് കായംകുളം ഏരിയ കമ്മിറ്റി. എന്തായാലും അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇനി വീണ്ടും ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കോടതി ക്ലോസ് ചെയ്തൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ കൊലപാതക കേസിൽ പാർട്ടി തീരുമാനിച്ച് നടപ്പാക്കിയതാണെന്ന് ഇപ്പോൾ പാർട്ടി മെമ്പറായി കൂടിയായ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ വിപിൻ സി ബാബുവിൻ്റെ കത്ത്. ആ കത്തിന് എങ്ങനെയാണ് ഇനി അത് മറ്റ് നിയമ നടപടികളിലേക്കൊക്കെ മറ്റാരെങ്കിലും കടക്കാൻ സാധ്യതയുണ്ടോ? അത്തരം ചില വിവാദങ്ങൾ കൂടി തുറന്നിടുന്നതാണ് എന്തായാലും ഇപ്പോഴത്തേത്. എന്തായാലും ശരണ്യയുടെ വാർത്തയ്ക്ക് ഇനി തുടർന്ന് ഉള്ള എന്തായാലും തീരുമാനങ്ങളൊക്കെ ഇന്ന് തന്നെ അല്ലെങ്കിൽ തുടർ നടപടികൾ ഇന്ന് തന്നെ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ആളുകളിലേക്ക് ഇവിടെ കൊല്ലം ആശ്രാമം മൈതാനമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഈ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ അല്ലേ, എന്താ എല്ലാ ദിവസവും വരാറുണ്ടോ ആശ്രാമത്ത്? ഞങ്ങളിവിടെ ഒരു കൂട്ടായ്മയുണ്ട്, അതായത് സോൾസ് ഓഫ് കൊല്ലം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഞങ്ങളൊരു 300 ഫാമിലി ഉണ്ട് ഈ കൊല്ലത്ത്. മെമ്പേഴ്സ് ഉണ്ട് മൊത്തം? ഞങ്ങൾ മൊത്തത്തിൽ ഏതാണ്ട് ഒരു 288 മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഫാമിലി ഉൾപ്പെടെ വരുമ്പോഴും 300 പുറത്താവും. അതെ അതെ അതെ. എല്ലാവരും ഈ ഒരു എന്താണ് നിങ്ങളുടെ മറ്റു ആക്ടിവിറ്റീസ് നടത്തമല്ലാതെ? മാരത്തോൺ, അതായത് ഈ ഇന്ത്യയിലെ ഇപ്പോൾ വിദേശത്തെയും ഇറ്റലിയിലൊക്കെ വരെ ഓടിയിട്ടുണ്ട് മാരത്തോൺ. അതായത് ഞങ്ങൾ തന്നെ ഒരു 13,000 പേര് പങ്കെടുക്കുന്ന DBM എന്ന് പറയുന്നത് ദേശീയ നാട് ബാക്ക് വാട്ടർ മാരത്തോൺ എന്ന് പറയുന്ന ഒരെണ്ണം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും. അതിൻ്റെ 3rd എഡിഷനാണ് ഈ വരുന്നത് ജൂലൈ 14-ാം തീയതി. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കൾച്ചർ, അതായത് ഒരു മാരത്തോൺ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ സൊസൈറ്റിയിൽ. ഇവിടെ വളരെ കായിക ലോകത്തിൽ ഞങ്ങളെ സോൾസ് ഓഫ് കൊല്ലം ഈ ഒരു ഞങ്ങളേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ ഉള്ളവരൊക്കെ രാഷ്ട്രീയമുള്ള ആളുകളാണോ എല്ലാവരും? അത്യാവശ്യം ഞങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പ്രത്യക്ഷ രാഷ്ട്രീയമില്ല. സോൾസ് ഓഫ് കൊല്ലത്തിന് പ്രത്യക്ഷ രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല. തെരഞ്ഞെടുപ്പ് ഒരു 7-8 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്, ഇവിടെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാണ്, നമുക്ക് അല്പം രാഷ്ട്രീയത്തിലേക്കൊന്ന് കടന്നാലും കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല തീർച്ചയായിട്ടും. കൊല്ലത്തിന് തെരഞ്ഞെടുപ്പ് ഇത്ര തെരഞ്ഞെടുപ്പിൽ ചൂട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 3 പേർക്കും തുല്യ ഒരു പ്രധാനമാണ് ഇപ്പോൾ ഉള്ളത്. ആര് ജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അതെ, വിലയിരുത്തലെന്ന് വെച്ചാൽ ഇവിടെ പ്രേമേന്ദ്രൻ നമ്മുടെ കൊല്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ തവണകളിലെല്ലാം വിജയിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തായിട്ടുള്ള ചില വിവാദങ്ങൾ എന്നല്ല, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വന്ന ചില സംഭവങ്ങൾ അദ്ദേഹത്തിന് എതിരായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതുവരെയൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷങ്ങളെ ഒക്കെ സംബന്ധിച്ച് അവർക്ക് അദ്ദേഹത്തോടൊപ്പം നിന്ന ന്യൂനപക്ഷങ്ങൾ ഇപ്പം മറിച്ച് ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ. ഈ മുകേഷാണ് സ്ഥാനാർത്ഥി, മറുവശത്ത് കൃഷ്ണകുമാറുണ്ട്, 2 സിനിമാ നടന്മാരാണ്. മുകേഷ് ഇറങ്ങിയപ്പം താരതമ്യേന വലിയ പോരാട്ടമൊന്നും പ്രേമേന്ദ്രനെ കാഴ്ചവെക്കാൻ പറ്റില്ല എന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയെന്നാണോ? മുകേഷിന് തീർച്ചയായിട്ടും ആദ്യം ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടല്ല ജനങ്ങൾക്കിപ്പോൾ മുകേഷിനോടുള്ള. മാത്രമല്ല കൊല്ലത്ത് നമ്മൾ നിഷ്പക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തൊട്ടു കാണിക്കാവുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മളെ ഈ ചുറ്റും, ഈ ശ്രീനാരായണ സമുച്ചയം, ഈ ഞങ്ങൾ ഈ നടക്കുന്ന ഈ നടപ്പാത വരെ ഒരു 7 വർഷത്തിന് മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. വളരെ കഷ്ടപ്പാടായിരുന്നു. കുപ്പിച്ചില്ലും എല്ലാം കയറി വളരെ കാട് പിടിച്ചിരുന്നത്. ഇപ്പം രാത്രി 12 മണിക്കായാലും 1 മണിക്കായാലും ഞങ്ങൾ അതാണ് നോക്കുന്നത്. ഞങ്ങൾക്കൊന്ന് നടക്കാം. എല്ലായിടത്തും ലൈറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ വികസനപ്പെടുന്ന ഈ നീലാംബരി ഇത് ഞാൻ തൊട്ട് കാണിക്കാവുന്ന ഒട്ടനവധി വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. കൊല്ലത്തിൻ്റെ രാഷ്ട്രീയം മുകേഷിനെ സംബന്ധിച്ച് അദ്ദേഹം ഇലക്ഷൻ മാത്രം ഇവിടെ കാണപ്പെടുന്ന ഒരാളാണ്. അല്ല, വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അത് വലിയ വികസനമൊന്നും ഇവിടെ നടപ്പാതെ വരെ വികസനമാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പാർട്ടി സപ്പോർട്ടറല്ലായിരിക്കാം. വലിയ വികസനമൊന്നും കൊല്ലത്ത് കണ്ടിട്ടില്ല. ഇവിടെ നല്ലൊരു പാലം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു പാലം പകുതി വെച്ചാൽ നദിയുടെ പകുതി വെച്ച് നിർത്തിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അതിന് ഉദ്യോഗസ്ഥർക്കും അറിയില്ല, അല്ല സർക്കാരിനും അറിയില്ല. ഇതൊക്കെ ഇവിടുത്തെ വികസനങ്ങൾ, അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വികസനങ്ങളൊന്നുമില്ല. എങ്ങനെയുണ്ട്? മുകേഷ് ഞങ്ങളെ MLA ആണ്, പ്രേമേന്ദ്രൻ MP ആണ്. കുറേ വർഷങ്ങളായിട്ട് രണ്ടുപേരും ആ പോസ്റ്റുകൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം രണ്ടുപേരും നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. അതിൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തിയ ആളിന് തന്നെയായിരിക്കും ഇപ്രാവശ്യം വിജയം. അത് ഒരുപാട് നിഷ്പക്ഷ വോട്ടുകൾ അതിനകത്ത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷ്പക്ഷ വോട്ടുകൾ, മെച്ചപ്പെട്ട പ്രവർത്തനം രണ്ടുപേർക്കും അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടുപേരും പ്രവർത്തനങ്ങൾ MP ആയിട്ടുമുണ്ട് MLA ആയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും അത് അനലൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളിന് തന്നെ വിജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അദ്ദേഹത്തോടെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ കൊല്ലത്തെ രാഷ്ട്രീയ ചൂട് എങ്ങനെ പോകും? കൊല്ലത്ത് പ്രേമേന്ദ്രനാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മുകേഷിനെ അപേക്ഷിച്ച് നോക്കുമ്പം പ്രേമേന്ദ്രനാണ് ബെറ്റർ. മുകേഷ് MLA എന്ന് പറഞ്ഞാൽ കൊല്ലം മണ്ഡലത്തിൽ മാത്രം നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി, വേറെ എങ്ങും പോകണ്ട. എന്താണ് പുള്ളിയുടെ പോസിറ്റീവ് നെഗറ്റീവ് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ പ്രേമേന്ദ്രനാണ് കൂടുതൽ ഇതാണ് അഡ്വാൻറ്റേജ്. ഞങ്ങളെ പാർട്ടി പ്രവർത്തനമാണോ? അല്ലല്ല.
പാർട്ടിക്കാരനൊന്നും. ശരി, ഓക്കെ. മൈതാനമേ പണ്ട് ഈ ഒരുപാട് മരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ. അത് ഇടയ്ക്ക് വെട്ടിയതൊക്കെ വലിയ വിവാദമായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ടല്ലേ? ചെറിയ കാര്യങ്ങളല്ലേ, വേറെ MLA ആണ് അതാണോ? MLA കാര്യമില്ല, പൊതുവെയുള്ള കാര്യം പറഞ്ഞു. പൊതുവെ ഓൾറെഡി നല്ല അറ്റ്മോസ്ഫിയർ ആണ്, കൊള്ളാം. എല്ലാ ദിവസവും വരാറുണ്ടല്ലേ ഇവിടെ? വൈകുന്നേരങ്ങളിലും വരും? എങ്ങനെയാ? മോർണിംഗ് മാത്രം. തെരഞ്ഞെടുപ്പ് ഇപ്പൊ ചൂട് നല്ല, കൊല്ലത്ത് ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂട്. തെരഞ്ഞെടുപ്പ് നല്ല ചൂടൊന്നുമില്ല, ചുമ്മാ ബഹളം. തെരഞ്ഞെടുപ്പിന് അത്ര ചൂട് പോരാ. ശരി. അങ്ങനെയാണ് ഈ ആശ്രാമം മൈതാനത്ത് നമ്മളിപ്പോൾ സംസാരിച്ച നമ്മൾ നേരത്തെ തൃശ്ശൂരിലും ഇതുപോലെ സമാനമായി തന്നെ ഈ വോക്കേഴ്സ് ക്ലബ്ബ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും ആശ്രാമം മൈതാനത്തും അങ്ങനെ നിരവധി കൂട്ടായ്മകൾ. അവർ ഒരു സാധാരണ രാവിലെയുള്ള നടത്തത്തിന് മാത്രമല്ല, അവർ മറ്റ് പൊതുപ്രവർത്തനങ്ങളിൽ, സേവന രംഗങ്ങളിലൊക്കെ അവർ വ്യാപൃതരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരുപാട് കൂട്ടായ്മകളെ നമുക്കിവിടെ കാണാം. നമുക്ക് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്ന് പോകണം അല്ലേ കിരൺ? നമ്മൾ ഈ MLAയും MPയും തമ്മിലാണ് മത്സരം. കൊല്ലത്തെ സംബന്ധിച്ച് കേരളത്തിൽ എപ്പോഴും ഒരു വലിയ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ RSP ഇപ്പോൾ ഒരു ചെറിയ പാർട്ടിയാണ്. പ്രേമേന്ദ്രൻ മാത്രമാണ് ഒരു നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഉള്ളത് എങ്കിൽ പോലും ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ നിർണ്ണയിച്ച ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു. N. ശ്രീകണ്ഠൻ നായരെ പോലെ ഒരു RSPയുടെ കേരളത്തിൽ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാൾ പ്രതിനിധീകരിച്ച മണ്ഡലം ആദ്യ MP അദ്ദേഹമായിരുന്നു. അതിനുശേഷം അദ്ദേഹം 5 തവണ MP ആയി. 5 തവണ MP ആയ ഒരാൾ ഇപ്പോൾ ഇനി 5ാം തവണ MP-ലേക്ക് 4 തവണ MP ആയ മറ്റൊരാൾ എന്ന് പറയുന്നത് N. പ്രേമേന്ദ്രനാണ്. 2 തവണ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് MP ആയി. പിന്നീട് 2 തവണ UDF സ്ഥാനാർത്ഥിയായി നിന്ന് MP ആയി. ഇപ്പോൾ 5ാം തവണ വിജയിച്ചു കഴിഞ്ഞാൽ N. ശ്രീകണ്ഠൻ നായരുടെ അതേ തലപ്പൊക്കത്തിലേക്ക് അല്ലെങ്കിൽ ആ റെക്കോർഡിലേക്ക് കൂടിയാണ് പ്രേമേന്ദ്രൻ കിടക്കുന്നത്. പ്രേമേന്ദ്രനെ വീഴ്ത്താൻ വേണ്ടി കഴിഞ്ഞ തവണ പാർട്ടി തന്നെ നിയോഗിച്ചത് ഇവിടുത്തെ ഏറ്റവും ജനകീയനായ ഒരു നേതാവിനെയാണ്, KN ബാലഗോപാലിനെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ വലിയ UDFന് അനുകൂലമായ വലിയ തരംഗം, രാഹുൽ ഗാന്ധി വിഷയം, അതെല്ലാം കൂടി കൊണ്ട് രാജഗോപാലിൻ്റെ വലിയ പരാജയത്തിലേക്കാണ് പോയത്. പക്ഷേ പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ പരാജയത്തിലേക്ക് പോയി. അതിന് തൊട്ട് മുമ്പ് MA ബേബിയെ പോലെ കൊല്ലംകാരനായ, നന്നേ ചെറുപ്പത്തിൽ തന്നെ കൊല്ലത്തെ എല്ലാവർക്കും സുപരിചിതനായ ഒരാൾ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുതൽ തന്നെ കൊല്ലംകാരനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ബേബി. അങ്ങനെ എല്ലാ വിഭാഗത്തിനെയും ഒക്കെ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ആളായിരുന്നു. പക്ഷേ ബേബിക്കും പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്താൻ അതൊന്നൊരു വിവാദം ഉണ്ടായിരുന്നു അല്ലേ? പിണറായി വിജയന്റെ ഒരു പരാമർശം അത് ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത്. അതും പ്രേമേന്ദ്രനെ ഈ മത്സരങ്ങളിലൊക്കെ വല്ലപ്പോൾ ഇങ്ങനത്തെ ഭാഗങ്ങളും വന്ന് വീഴാറുണ്ട്. അത് അന്നത്തെ കാലത്ത് പെട്ടെന്ന് അതുവരെ ഇടതുമുന്നണിയിൽ നിന്ന പ്രേമേന്ദ്രൻ പെട്ടെന്ന് RSP UDFിലേക്ക് പോകുന്നു. അപ്പോൾ RSP LDFിനെ വഞ്ചിച്ചു പോയതാണോ, LDFിൽ നിൽക്കാൻ രക്ഷയില്ലാതെ ചവിട്ടി പുറത്താക്കിയതാണോ? ഇതാണ് രണ്ടുപേരുടെയും വെർഷൻ. അപ്പോൾ അത് ചവിട്ടി പുറത്താക്കിയതാണോ, ഗതിയില്ലാതെ പോയതാണോ എന്നുള്ള വിഷയങ്ങൾ ഇങ്ങനെ സജീവ ചർച്ചയായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രചരണത്തിനെത്തി. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പരനാറി പ്രയോഗമൊക്കെ ഉണ്ടാകുകയും അത് പക്ഷേ വലിയ തോതിലേക്കൊക്കെ ഇവിടെ ബാധിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും പ്രേമേന്ദ്രൻ അന്ന് വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ വീണ്ടും മത്സരിക്കുമ്പോൾ കൊല്ലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് മുകേഷ് ഒരു സിനിമാ നടൻ എന്നതിനപ്പുറത്തേക്ക് O. മാധവൻ്റെ മകനാണ് മുകേഷ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് മുകേഷ് ആകുമ്പോൾ മണ്ഡലത്തിൽ എവിടെയും പരിചയപ്പെടുത്തേണ്ടതില്ല. കുറേ കൂടി ആളുകളുമായിട്ടൊക്കെ ഇടപെടുകയും ആളുകൾക്ക് സാധാരണ ഇപ്പോൾ പാർട്ടിക്കപ്പുറത്തേക്ക് ചില താല്പര്യങ്ങളൊക്കെ ആളുകൾക്കുണ്ടാവുകയും അല്ലെങ്കിൽ ആ താല്പര്യത്തിൽ വോട്ട് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ഒരാളാണ്. എന്തായാലും കൊല്ലത്ത് ഇത്തവണ മത്സരത്തിലേക്ക് വന്നപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വളരെ അനായാസമായി തന്നെ പ്രേമേന്ദ്രൻ ജയിക്കും എന്നുള്ള ഒരു മട്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ ജയം ആർക്കും ആവാം. സ്വാഭാവികമായും പ്രേമേന്ദ്രനെ സംബന്ധിച്ച് വലിയ മുൻതൂക്കമൊക്കെ ഉണ്ട്. പക്ഷേ CPMൻ്റെ ഒരു സംവിധാനമൊക്കെ ഉപയോഗിച്ച് വലിയൊരു മത്സരത്തിലേക്ക് അല്ലെങ്കിൽ കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് എന്തായാലും കൊല്ലം മാറിയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ അഭിപ്രായം കേട്ടപ്പോഴും അങ്ങനെ തന്നെയാണ്. ആളുകൾ അത്ര ഒരു പോരാട്ടത്തിലേക്ക് എന്തായാലും കൊല്ലം നിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വലിയൊരു റെക്കോർഡിൻ്റെ മുന്നിൽ നിൽക്കുന്ന N. പ്രേമേന്ദ്രൻ ഒരു MLA ആയിട്ട് നിന്ന് 2ാം തവണ MLA ആയിട്ട് വിജയിച്ച് കൊല്ലത്ത് നിന്ന് വിജയിച്ച മുകേഷ്, ഇവർ തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ മറ്റെല്ലാ വിവാദങ്ങളും, ഏത് ജാതിമത സമവാക്യങ്ങളുടെ വിവാദങ്ങളൊക്കെ സജീവമായി നിൽക്കുന്നതാണ്. കൊല്ലത്തിൻ്റെ പ്രത്യേകത ആലോചിച്ചാൽ കഴിഞ്ഞൊരു 4-5 നിയമസഭാ പോരാട്ടങ്ങളെല്ലാം ചുവന്ന് തുടുത്തു നിന്നൊരു മണ്ഡലമാണ്. ഒരു സീറ്റ് 2 സീറ്റ് ഇപ്പോൾ കുണ്ട്ര വിഷ്ണുനാഥ് മാത്രമാണ് ഒരു കോൺഗ്രസ് പ്രതിനിധി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സമയത്തും എല്ലാ ഇടതു സർക്കാരുകളിലും ഏറ്റവും നിർണായകമായ സീറ്റ് കൊടുത്തത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ചെങ്കോട്ട എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ കൊല്ലമായിരിക്കും. ആ കൊല്ലത്ത് പക്ഷേ ലോക്സഭ വരുമ്പോഴേക്കും ആ ചെങ്കോട്ടയിൽ, അതും ചെങ്കൊടി തന്നെയാണ് പറഞ്ഞത്, വേണമെങ്കിൽ പറയാം, 2 ചെങ്കൊടികൾ തമ്മിലുള്ള മത്സരമാണ്. RSPയുടെ ചെങ്കൊടിയാണ് എന്നുള്ള ഒരു വ്യത്യാസം കൂടിയാണുള്ളത്. RSPയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ബേബി ജോണിനെ മറക്കാനാവില്ല എന്നുള്ളതാണ്. ചവറയിലെ ജനങ്ങൾ എന്നും നെഞ്ചോട് ചേർത്ത ഒരു നേതാവാണ് ബേബി ജോൺ. തൊഴിലാളി നേതാവായിരുന്നപ്പോഴും ജനപ്രതിനിധിയായിരുന്നപ്പോഴും ബേബി ജോൺ വല്ലാത്ത ആത്മബന്ധം ചവറയിലെ ജനങ്ങളുമായി പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും രാഷ്ട്രീയത്തിൻ്റെ വഴികൾ എങ്ങനെ വേണം എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ബേബി ജോണിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ അധികായനെ മറക്കാതെ
നമുക്ക് ഓർക്കാതെ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൂടെയും കടന്നു പോകാനായില്ല, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെത്തുമ്പോൾ. കൊല്ലം ജില്ല, പ്രത്യേകിച്ച് ചവറയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു നേതാവായിരുന്നു സഖാവ് ബേബി ജോൺ. അദ്ദേഹത്തിന്റെ സ്മാരകത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ദീർഘകാലം നിയമസഭയെ പ്രതിനിധീകരിച്ച ചവറയിൽ നിന്ന് ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഏകദേശം 4 പതിറ്റാണ്ടോളം കാലം അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്നു. 3 പതിറ്റാണ്ടോളം അദ്ദേഹം മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരള രാഷ്ട്രീയത്തിൽ നിരവധി അപരനാമധേയത്തിൽ അറിഞ്ഞിരുന്നയാൾ ബേബി ജോൺ അല്ലാതെ മറ്റൊരു നേതാവ് കാണില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബേബി സാർ, കേരള കിസിംഗർ, ബേബി ഹാജി, കറുത്തമുത്ത്, അങ്ങനെ പല പേരുകൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ജനങ്ങൾ വിളിക്കുകയായിരുന്നു. ജനപ്രതിനിധിയായും രാഷ്ട്രീയ നേതാവായും തൊഴിലാളി നേതാവായും തന്റെ പ്രവർത്തന മണ്ഡലം സജീവമായപ്പോഴും ചവറയിലെ ജനങ്ങളോട് ബേബി ജോൺ പുലർത്തിയിരുന്ന ആത്മബന്ധം ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും രാഷ്ട്രീയത്തിന്റെ വഴികൾ എങ്ങനെ വേണമെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. ചവറയിലെ കരിമണൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അവരെ പ്രാപ്തരാക്കുന്നതിൽ ബേബി ജോൺ വഹിച്ച പങ്ക് വിസ്മരിക്കാവുന്ന ഒന്നല്ല. ബേബി ജോൺ തത്വം പ്രസംഗിച്ചു പോകുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നില്ല. പകരം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിന് സ്ഥായിയായുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടി ഏതറ്റം പോലെ പോകുന്ന ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും, അദ്ദേഹം അന്തരിച്ച് 16 വർഷങ്ങൾ കഴിയുമ്പോഴും അദ്ദേഹത്തെ ഇപ്പോഴും സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ ബേബി ജോൺ ചവറയെ പ്രതിനിധീകരിച്ചത് ദീർഘകാലമാണ്. നിയമസഭയിൽ 37 വർഷവും 9 മാസവും 12 ദിവസവും അദ്ദേഹം പ്രതിനിധിയായിരുന്നു. 11 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സി അച്യുതമേനോൻ, കെ കരുണാകരൻ, എ കെ ആന്റണി, പി കെ വാസുദേവൻ നായർ, ഇ കെ നായനാർ എന്നീ മുഖ്യമന്ത്രിമാരോടൊപ്പം 7 മന്ത്രിസഭകളിൽ അംഗമായി. റവന്യൂ, വിദ്യാഭ്യാസം, തൊഴിൽ, ജലസേചനം, സഹകരണം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിൽ കൈകാര്യം ചെയ്ത പ്രഗത്ഭനായ ഭരണാധികാരി എന്ന ഖ്യാതിയും അദ്ദേഹം നേടി. വിഷമഘട്ടങ്ങളിൽ അവസരത്തിനൊത്ത് ഉയർന്ന് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുക ഏതൊരു ഭരണാധികാരിക്കും വേണ്ടുന്ന ഒരു കഴിവാണ്. അത് ബേബി ജോണിന് സ്വായത്തമായിരുന്നു. അത്തരം നിരവധി ഇടപെടലുകൾ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയത് നമുക്ക് മുന്നിലുണ്ട്. അതുതന്നെയാണ് ഈ രാഷ്ട്രീയ അധികായനെ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നതിന് കാരണം. മന്ത്രി എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്ന ദീർഘവീക്ഷണവും പ്രകടിപ്പിച്ചിരുന്ന വൈഭവവും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യവും ഏത് ഭരണാധികാരിക്കും മാതൃകയാണ്. കേരളത്തിൽ ജന്മിത്വം അവസാനിപ്പിച്ച ഭൂപരിഷ്കരണ നിയമത്തിന് അടിത്തറയിട്ട കാർഷിക പരിഷ്കരണ ബില്ലിന് ആവശ്യമായ ഭേദഗതികൾ വരുത്തി സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം ആക്കിയത് ബേബി ജോൺ റവന്യൂ മന്ത്രിയായിരിക്കുകയാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിലെ നടുനായകരിലൊരാൾ, സമുന്നതനായ രാഷ്ട്രീയ നേതാവ്, സമർത്ഥനായ ഭരണാധികാരി എന്നീ നിലകളിൽ അധികായനായിരുന്നു സഖാവ് ബേബി ജോൺ. എന്നാൽ സമീപകാലത്ത് RSPയുടെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അവരുടെ നിയമസഭയിലേക്ക് ഒരു സാമാജികനെ പോലും എത്തിക്കാൻ സാധിക്കാത്തത് വലിയ വെല്ലുവിളി തന്നെയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ മകൻ കൂടിയായിട്ടുള്ള ഷിബി ബേബി ജോൺ അമ്പെ പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ മറിച്ചാണ് ചിത്രം. കഴിഞ്ഞ തവണ 2019 കൃത്യമായി പറഞ്ഞാൽ 1,38,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു RSP സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിജയിച്ച പാർലമെന്റിലേക്ക് പോയത്. ഇത്തവണയും ലോക്സഭയിൽ അതേ മത്സരം കാഴ്ചവെച്ച് അതേ ഭൂരിപക്ഷം, അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാനാകുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതേ പ്രതീക്ഷ തന്നെയാണ് RSP നേതാക്കൾക്കും ഒപ്പം തന്നെ പ്രവർത്തകർക്കുമുള്ളത്. വരും കാലങ്ങളിലും പഴയ ആർജവത്തോടെയും ഊർജ്ജസ്വലതയോടുകൂടിയും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും RSPയുടെ ഒരു ഉന്നമനം കൂടുതൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും പാർട്ടി അണികളും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ പിന്നിൽ കാണുന്ന സഖാവ് ബേബി ജോണിന്റെ ഇടപെടലുകൾ, അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഉറപ്പായും ഇത്തവണത്തെയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ സ്മരിക്കാതെ ഒരു തെരഞ്ഞെടുപ്പും കടന്നു പോകാറില്ല. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കൊല്ലം. അപ്പോൾ നമ്മൾ കിരൺ, ഈ ചവറയുടെ ചരിത്രം, അല്ലെ, ചവറ മുതൽ ചവറ വരെയാണ് RSP എന്ന് പറയുമ്പോഴും ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന
ഒരു വലിയ ശക്തിയായിരുന്നു ബേബി ജോൺ. RSPയെ ഒരു പക്ഷേ തമാശയായിട്ടൊക്കെ പറയുന്നതായിരിക്കും. അങ്ങനെ ചവറ മുതൽ ചവറ വരെ അല്ല പ്രധാനമായും RSPയുടെ പ്രധാന കേന്ദ്രം ചവറയായിരുന്നു. തിരുവനന്തപുരത്താണെങ്കിൽ പേട്ടയാണ്. പേട്ട മുതൽ ചവറ വരെ എന്നൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ പ്രധാന നേതാക്കളുടെ ഒക്കെ ജന്മസ്ഥലം ഒന്നുകിൽ പേട്ടയാണ് അല്ലെങ്കിൽ ചവറ. അതുകൊണ്ട് NC കണ്ണനാരുടെ കാലം മുതലേ ഉള്ള ഒരു രീതി വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഒരു കാലത്ത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ കിസിഞ്ചർ എന്നായിരുന്നു ബേബി ജോണിനെ വിശേഷിപ്പിച്ചിരുന്നത് തന്നെ. അങ്ങനെ ഏത് മുന്നണിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആയാലും ആ മുന്നണിയിലെ നേതാക്കളുമായിട്ടൊക്കെ ബന്ധവും അവരെയൊക്കെ കൂട്ടിയോജിപ്പിക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ തരത്തിലേക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ആ പ്രശ്നത്തിനൊക്കെ വളരെ വേഗത്തിൽ മുന്നണി ബന്ധത്തിലെ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു വളരെ തലപ്പൊക്കമുള്ളൊരു നേതാവായിരുന്നു ബേബി ജോൺ. ബേബി ജോണിൻ്റെ കാലത്ത് സരസൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടൊക്കെ ആ തവണ ബേബി ജോൺ പരാജയപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നൊരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് ബേബി ജോണിനെതിരെ വലിയ ആരോപണം, ബേബി ജോൺ കൊന്നതാണ് എന്നൊക്കെ മട്ടിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു. ആരോപണങ്ങൾ വലിയ ജനം വിശ്വസിച്ചു. പക്ഷേ അപ്പോഴും ചവറയിലെ ജനങ്ങൾ, ചെറിയ വോട്ടിനാണ് ജയിച്ചെങ്കിലും ചവറയിലെ ജനങ്ങൾ അവരുടെ ഒപ്പം തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കയറ്റിറക്കങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് അവസാനം മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശയ്യയിലായി തന്നെ ദീർഘകാലം കിടക്കേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ്. തീർച്ചയായും. പക്ഷേ ഇപ്പോൾ എന്താണ് RSPയുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ബേബി ജോണിന് ശേഷം RSPക്ക് സംഭവിച്ച പിളർപ്പുകൾ, അതുമായി യോജിപ്പ്, അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ സംഭവങ്ങളാണ്. നമുക്ക് തിരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടുതലായി വരണം. MG മിഥുൻ വോട്ടോട്ടം എന്ന വളരെ പ്രധാനപ്പെട്ട പരിപാടിയുമായി നമ്മോടൊപ്പം ചേരുകയും ചെയ്യും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഗോകുലത്തിൽ